പ്രിയപ്പെട്ട സാറെ ടീച്ചർക്ക്, രവികുമാർ സാറിന്, രവി ഡി സിക്ക്, സദസ്യർക്ക് എല്ലാം എൻ്റെ വന്ദനം. ഒരുപക്ഷെ ഞാൻ പറയാൻ മനസ്സിൽ സൂക്ഷിച്ച ഏതാണ്ട് മിക്ക കാര്യങ്ങളും തന്നെ സാർ ടീച്ചർ പറഞ്ഞു വരുന്നു. കാരണം മനസ്സിൽ കോട്ട് ചെയ്യാൻ ഓർത്തു വെച്ച വാചകങ്ങൾ, വാതിൽപ്പടിയിൽ ഇരുന്ന് എഴുതുന്ന, തൊട്ടിലാട്ടിക്കൊണ്ട് ഇരുന്ന് എഴുതുന്ന അമ്മയുടെ ചിത്രം, അത് ടീച്ചർ നേരത്തെ വരഞ്ഞു കഴിഞ്ഞു. ഞാൻ 4 വർഷമായിട്ട് കഥ എഴുതാതെ ഇരിക്കുന്ന ചെറുകഥാകൃത്താണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തരം വേദികളിൽ നിന്ന് കഴിയുന്നത്ര ഒഴിഞ്ഞു നിൽക്കാറാണ് പതിവ്. കഥ എഴുതാതെ കഥാകൃത്തായിട്ട് നിൽക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല എന്നുള്ളത് തന്നെ കാരണം. പക്ഷേ ഇവിടെ വരാതിരിക്കാൻ ഈ ക്ഷണം കിട്ടിയപ്പോൾ തന്നെ ഞാൻ വരാം എന്ന് സമ്മതിക്കുകയാണ് ഉണ്ടായത്. കാരണം രാമപുരത്തേക്ക് വളരെ കുടുംബാംഗങ്ങളുടെ ഇടയിൽ നിന്ന്, ലളിതാംബിക അന്തർജനത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ സ്നേഹപൂർവ്വം കിട്ടിയ ഒരു ക്ഷണം എനിക്ക് യാത്ര ചെയ്യാനുള്ള അസൗകര്യം മൂലം ഉപേക്ഷിക്കേണ്ടി വന്നത് ഒരു കുറ്റബോധമായി മനസ്സിൽ കിടക്കുന്ന ഒരവസരത്തിലാണ് ഈ ക്ഷണം വന്നത്. ഞാൻ ആ കുറ്റബോധത്തെ മായ്ച്ചു കളയാൻ വേണ്ടി മാത്രമാണ് ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ലളിതാംബിക യുവസാഹിത്യകാരികൾക്കുള്ള ലളിതാംബിക അന്തർജന പുരസ്കാരം ഏറ്റുവാങ്ങിയ ഒരു ചെറിയ സാഹിത്യകാരിയാണ്. അന്ന് എത്രയോ സ്നേഹപൂർവമായാണ് ആ കുടുംബാംഗങ്ങൾ എന്നോട് ഇടപെട്ടതെന്ന് എനിക്കിപ്പോഴും മറക്കാൻ വയ്യ. എനിക്കിപ്പോഴും ഒരു കഥ എഴുതി കഴിഞ്ഞാൽ തീർച്ചയായും സരിതാവർമ്മയുടെ ഒരു കോൾ ഞാൻ കഥ വായിക്കുന്നതിന് മുൻപ് തന്നെ, പ്രസിദ്ധീകരിച്ചു വന്ന കഥയുടെ മാഗസിൻ എൻ്റെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് തന്നെ എൻ്റെ വീട്ടിലെത്തിക്കഴിയും. ഒരുപക്ഷെ ഞാൻ കഥ എഴുതാത്തത് കൊണ്ട് മാത്രമാണ് സരിതാവർമ്മ ഇപ്പോൾ എന്നെ വിളിക്കാത്തതെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഉള്ള ഒരു മാനസികമായ ഐക്യം. അതിനുമപ്പുറം പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ എനിക്ക് 2 അമ്മൂമ്മമാരുണ്ടായിരുന്നു. ഒരമ്മൂമ്മയും അമ്മൂമ്മയുടെ ചേച്ചിയും. അതിലൊരു അമ്മൂമ്മയ്ക്ക് ലളിതാംബിക അന്തർജനത്തിൻ്റെ ഛായയെന്നും മറ്റൊരു അമ്മൂമ്മയ്ക്ക് ബാലാമണിയമ്മയുടെ ഛായയെന്നും ആണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരിക്കൽ എൻ്റെ അമ്മമ്മ തൃപ്പൂണിത്തുറ സിനിമ ഓഡിറ്റോറിയത്തിൽ ഒരു കല്യാണത്തിന് പോയിട്ട് വന്നിട്ട് പറഞ്ഞു, എൻ്റെ തൊട്ടടുത്ത് ലളിതാംബിക അന്തർജനമാണ് ഇരുന്നത്. ശരിയാണ്, നിങ്ങളൊക്കെ പറയുന്നത് പോലെ എനിക്കും തോന്നി ലളിതാംബിക അന്തർജനത്തിൻ്റെ എന്തോ ഒരു ഛായ എനിക്കുണ്ട് എന്ന്. അങ്ങനെ എനിക്ക് ലളിതാംബിക അന്തർജനം എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൻ്റെ ഏതോ ഒരു കോണിൽ എൻ്റെ മുത്തശ്ശിയായിട്ട് തന്നെയാണ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, ഒരു എഴുത്തുകാരൻ്റെ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരിയുടെ വില നമുക്ക് കൃത്യമായി മനസ്സിലാവുന്നത് എഴുത്തുകാരൻ ഏത്, എഴുത്തുകാരി ഏത് എന്ന ഒരു മുന്നറിവില്ലാതെ ഒരു കഥ അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കപ്പെടുമ്പോഴാണ്. അത് സംഭവിക്കുക കുട്ടിക്കാലത്താണ്. വലുതായി കഴിയുമ്പോൾ നമ്മൾ ബുള്ളറ്റിനുകളിൽ കൂടി അല്ലെങ്കിൽ നിരൂപകരിൽ കൂടി ഒക്കെ ഒരു പുസ്തകത്തെക്കുറിച്ച് മുന്നറിവുകൾ നേടി കഴിഞ്ഞിരിക്കും. അങ്ങനെ ഒരു വായന, ഞാൻ ലളിതാംബിക അന്തർജനത്തിൻ്റെ ആദ്യമായി എൻ്റെ മനസ്സിൽ പതിഞ്ഞ ഒരു കഥ, അല്ലെങ്കിൽ ലളിതാംബിക അന്തർജനം എന്ന പേരേ ഇല്ലാതെ പതിഞ്ഞ ഒരു കഥ ടീച്ചർ നേരത്തെ പറഞ്ഞ മാണിക്യനാണ്. കാരണം എൻ്റെ അച്ഛൻ മലയാളം അധ്യാപകനായിരുന്നു. 8ാം ക്ലാസ്സിൽ മലയാളം കുറേ കാലം 8ാം ക്ലാസ്സിലെ പുസ്തകം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു മലയാള അധ്യാപകൻ. അപ്പോൾ അന്നത്തെ മലയാളം ടെക്സ്റ്റ് വളരെ ടഫാണ്. അതിൽ വളരെ ലൈറ്റായിട്ടുണ്ടായിരുന്ന ഒരു കഥ എന്ന് പറഞ്ഞാൽ അത് മാണിക്യനാണ്. ഞങ്ങൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ മുതൽ ഞാനും അനിയനും ഞങ്ങളൊരു 3-4 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ അച്ഛൻ പേപ്പർ വാല്യുവേഷൻ ഇരിക്കുമ്പോൾ അടുത്ത് ചെന്നിരിക്കുകയും ഞങ്ങൾക്ക് അറിയാവുന്ന കഥകളിൽ കൂടിയൊക്കെ സഞ്ചരിക്കുകയും ചെയ്ത് ഈ മാണിക്യൻ എന്ന് പറഞ്ഞ കഥ വളരെ പെട്ടെന്ന് മനസ്സിൽ പതിയുണ്ടായ ഒന്നാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു, എപ്പോഴും എനിക്ക് തോന്നാറ്, ഒരു കുട്ടിക്ക് ഒരു കഥ മനസ്സിൽ പതിയുന്നുവെങ്കിൽ അത് ഒരുപക്ഷെ സാഹിത്യത്തിൽ നിത്യമായും ഇടം പിടിക്കുന്ന ഒന്നാണ് എന്ന് തീർച്ചയായും പറയാം. അതുതന്നെയാണ് ബഷീറിൻ്റെ കഥകളിലും സംഭവിക്കുക എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. ബഷീറിൻ്റെ കഥയ്ക്ക് ഒരുപാട് മാനങ്ങളുണ്ട്, ഒരുപാട് തലങ്ങളുണ്ട്. പക്ഷെ നമുക്കത് ഒരു ചെറിയ കുട്ടിക്കും ചുരുക്കി പറഞ്ഞു കൊടുക്കാം. കുട്ടിക്ക് രസിക്കും, കുട്ടിക്കും അതിൻ്റെ ഏതൊക്കെയോ അർത്ഥതലങ്ങൾ മനസ്സിലാവും. പക്ഷെ അതിനേക്കാൾ വലിയ ഒരു അർത്ഥതലം, ജീവിതത്തിൻ്റെ എല്ലാ അംശങ്ങളോടും കൂടിയ ഒരു അർത്ഥതലം, അതൊരു പക്ഷേ കുട്ടിക്ക് വലുതാവുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളായിരിക്കാം. പക്ഷേ
ഈ കഥ കുട്ടിയുടെ മനസ്സിലേക്ക് പതിയുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അപ്പോൾ എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ഈ മാണിക്യൻ എഴുതിയത് ലളിതാംബ അന്തർജനമാണ്, അഗ്നിസാക്ഷി എഴുതിയ ലളിതാംബ അന്തർജനമാണ് എന്ന്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും എനിക്കൊന്ന് വെരിഫൈ ചെയ്യേണ്ടി വരാറുണ്ട് മാണിക്യൻ എഴുതിയത് ലളിതാംബ അന്തർജനം തന്നെയല്ലേ എന്ന്. കാരണം എൻ്റെ മനസ്സിലത് എഴുത്തുകാരിയുടെ പേരില്ലാതെ പതിഞ്ഞ കഥയാണ്. ബാക്കിയൊക്കെ വായിക്കുമ്പോൾ ലളിതാംബ അന്തർജനം എഴുത്തുകാരിയാണ്, ആ എഴുത്തുകാരിയുടെ നിലയും വിലയും അന്തസ്സും എല്ലാം മനസ്സിൽ പതിഞ്ഞ ശേഷമാണ് പിന്നെ പോയ വായനയില്ല. അതുപോലെ മറ്റൊരു കാര്യം ഇപ്പോൾ എടുത്തു പറയേണ്ടത്, ഞാൻ 3 വർഷമായി അല്ലെങ്കിൽ 4 വർഷമായി എഴുതുന്നില്ല എന്ന് പറഞ്ഞതിന് പ്രധാന കാരണം എൻ്റെ അമ്മത്തം എന്ന ആ പദവി തന്നെയാണ്. ഒരുപക്ഷെ അമ്മത്തവും അനാരോഗ്യവും കൂടി ചേരുമ്പോൾ ഞാൻ കഥകളിൽ നിന്ന് ഒരുപാട് മാറി നിൽക്കുകയാണ്. എനിക്കിപ്പോഴാ ലളിതാംബ അന്തർജനത്തെക്കുറിച്ച് ടീച്ചർ പറഞ്ഞ വാചകങ്ങളിലെ ആ സാരം ഒരുപക്ഷെ കൂടുതൽ മനസ്സിലാകുന്നത് ഈ അവസ്ഥയിലാണ്. എഴുതാനിരിക്കുമ്പോൾ അല്ലെങ്കിൽ എഴുതാതെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സങ്കടവും എഴുതാതെ കുട്ടിയുടെ കൂടെ കളിക്കുമ്പോഴുള്ള ഒരു സന്തോഷവും അതിലേതാണ് വേണ്ടത് എന്നുള്ള ഒരു ചിന്താക്കുഴപ്പം മനസ്സിലിട്ടുകൊണ്ട് നിൽക്കുന്ന എഴുത്തുകാരിയാണ് ഞാൻ. ഇപ്പോൾ DC ബുക്സിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ സംരംഭം ഏറ്റെടുത്ത് ഇരിക്കുമ്പോൾ രാത്രി 12 മണി കഴിഞ്ഞാണ് ഞാനത് എഴുതാനിരിക്കുക. കാരണം 12 മണി വരെ കളിച്ചു തിമർക്കുന്ന ഒരു മകൻ്റെ കളികളെ അവസാനം വഴക്ക് പറഞ്ഞ് ഉറക്കി കിടത്തിയിട്ട് ഞാൻ എഴുത്തിലേക്ക് ചിറക് വിരിച്ച് ഇരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ആശ്വാസം. പക്ഷേ പകൽ നേരങ്ങളിൽ ഞാൻ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ മകൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്നോട് ചോദിക്കാറുണ്ട്, ഇനി ഒറ്റ ഇരിപ്പാണല്ലേ ഇതിൻ്റെ മുൻപിൽ, ഇനി എപ്പോൾ എഴുന്നേക്കും ഇതിൻ്റെ മുമ്പിൽ നിന്ന് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഗിൽറ്റി ഫീലിംഗ് അപ്പോൾ അത് രണ്ടിനും ഇടയിൽ ഞാനിങ്ങനെ എവിടെയാണ് കാലുറപ്പിക്കേണ്ടത് എന്നറിയാതെ നിൽക്കുന്ന ഒരവസ്ഥയിൽ എനിക്ക് തോന്നുന്നു ഈ മുൻപേ നടന്നുപോയ ഈ അമ്മയുടെ കഥകൾ എനിക്ക് കൂടുതൽ പ്രിയപ്പെട്ടതായി തോന്നുന്നു. കാരണം ഒരുപാട് പ്രതിബന്ധങ്ങളെ കടന്നാണ് ഈ അമ്മ എഴുതിയത് എന്ന് എനിക്ക് കൂടുതൽ ബോധ്യമാവുന്നത് എൻ്റെ ഈ അമ്മ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ്. പിന്നെ എനിക്ക് എപ്പോഴും തോന്നിയിരിക്കുന്നത് ഈ അമ്മ ഒരുപാട് കുറച്ച് യാത്രകളെ ചെയ്തിട്ടുള്ളൂ. ഈ അമ്മയുടെ ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം, കഥയെഴുത്തിന് അല്ലെങ്കിൽ ഏതെഴുത്തിനും അല്ലെങ്കിൽ ഏത് സാഹിത്യ രൂപത്തിനും ഏത് കലാരൂപത്തിനും വേണ്ട മുതൽക്കൂട്ട് സൂക്ഷ്മമായ കാഴ്ചകളാണ് എന്നാണ്. യാത്ര പോകലുകളേക്കാൾ കൂടുതൽ മനസ്സുകൊണ്ട് നടത്തുന്ന യാത്രകൾ, കണ്ണുകൾ വിടർത്തി കാഴ്ചകൾ പിടിച്ചെടുക്കുന്ന ഒരു മാനസികാവസ്ഥ, അത് രണ്ടും ആണ് ഈ അമ്മയുടെ മുതൽക്കൂട്ട് എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. കാരണം ഒരു സാധാരണ സ്ത്രീ, ഒരു അന്തർജനമായിരുന്ന ഒരു സ്ത്രീ, അവർ അഗ്നിസാക്ഷി പോലെയുള്ള ഒരു കൃതി എഴുതിയെന്ന് വിശ്വസിക്കാൻ ഇപ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് തോന്നാറുണ്ട്, വിഷമം തോന്നാറുണ്ട്. കാരണം എങ്ങനെയൊക്കെയാണ് അവർ ചിന്തകൾ അടച്ചിട്ട ജാലകങ്ങളിൽ കൂടി അല്ലെങ്കിൽ ഇത്തിരി വെളിച്ചത്തിൽ കൂടി പുറത്തേക്ക് കടത്തിവിട്ടത് എന്ന് അത്ഭുതം തോന്നും. എല്ലാ മുതിർന്ന എഴുത്തുകാരികളെയും പോലെ എൻ്റെ തൊട്ടടുത്ത വീട്ടിൽ ഇപ്പോൾ ലീലാവതി ടീച്ചറുണ്ട്. ടീച്ചറിൻ്റെ വീടിൻ്റെ അടുത്തുകൂടെ പോകുമ്പോൾ ടീച്ചറിൻ്റെ ജനാല എപ്പോഴും വെളിച്ചത്തോടു കൂടി തുറന്നിട്ടിരിക്കുന്നത് കാണാം. ഒരു 11-11:30 വരെ ടീച്ചറിൻ്റെ ജനലിൽ ഇങ്ങനെ വെളിച്ചം. അതൊരു പക്ഷേ ഞാനിപ്പോൾ അസൂയയോടുകൂടിയാണ് നോക്കി കാണാറ്. ഒരുപക്ഷെ എനിക്ക് പ്രചോദനത്തിൻ്റെ ജനാലയായും അത് തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അമ്മ കാത്ത് വച്ച സാഹിത്യ വഴികൾ, തുറന്നിട്ട സാഹിത്യ ജാലകങ്ങൾ, ഇതെല്ലാം എപ്പോഴും ഇനി വരുന്ന എഴുത്തുകാരികൾക്കും പ്രചോദനത്തിൻ്റെ വഴികളാവണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ പുസ്തകങ്ങൾ ഇനിയും വായിക്കപ്പെടുമ്പോൾ ഒരു എഴുത്തുകാരി മരിക്കാതെ ഇരിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഓരോ എഴുത്തുകാരുടെയും പ്രസക്തി വർദ്ധിക്കുന്നത് മറ്റൊന്നിൻ്റെയും പിൻബലമില്ലാതെ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ കൃതികൾ മരണശേഷം വായിക്കപ്പെടുമ്പോഴാണ്. ഒരുപക്ഷെ ബഷീർ ജീവിക്കുന്നത് ബഷീർ മരിച്ചു കഴിഞ്ഞിട്ടാണ് എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ഈ അമ്മയുടെ പുസ്തകങ്ങൾക്കും ഇനി ജീവിക്കാനുള്ള ഒരു ഇടം DC ബുക്സ് തുറന്ന് ഇടുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കൂടുതൽ ഞാൻ പറയുന്നില്ല.
ഈ പുസ്തകങ്ങളെക്കുറിച്ച് അന്തർജനത്തിൻ്റെ പുസ്തകങ്ങളെക്കുറിച്ചുള്ള നിരൂപണം നടത്താൻ മാത്രം കെൽപ്പ് എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല. അതിന് രവികുമാർ സാറുണ്ട്. പക്ഷേ എനിക്ക് ഒന്നുകൂടി പറയാൻ തോന്നുന്നത്, ഓരോ എഴുത്തുകാരിയുടെയും, ടീച്ചർ പറഞ്ഞ പോലെ, ഓരോ എഴുത്തുകാരിയുടെയും മുറിവുകളിൽ നിന്ന് മുലപ്പാൽ വരിക, അതിൽ നിന്ന് ചോരയും വരിക. അപ്പോഴാണ് ഒരു എഴുത്തുകാരിയാവുക എന്നെനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു എഴുത്തുകാരിയായിരുന്നു അന്തർജനം എന്ന് കരുതാനാണ് എനിക്കിഷ്ടം. ചോരയും മുലപ്പാലും വന്നിരുന്നു അവരുടെ മുറിവുകളിൽ നിന്ന് എന്ന് കരുതാനാണ് എനിക്കിഷ്ടം. ആ ഒരു സത്യത്തെ ഘോഷിക്കുന്നവയാണ് അവരുടെ പുസ്തകങ്ങൾ എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ആ പുസ്തകങ്ങൾ ഇനിയും നമ്മുടെ ലോകത്തിലേക്ക് വെളിച്ചം വീശട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ ഇടം തന്നതിന് DC ബുക്സിന് നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.